SFIക്കെതിരെ നിലപാട് കടുപ്പിച്ച കാലടി സംസ്കൃത സർവകലാശാല. SFI നടത്തുന്ന സമരം അനാവശ്യമെന്നും അച്ചടക്കത്തിന് ആവിഷ്കരിച്ച പുതിയ പരിഷ്കാരം തുടരുക തന്നെ ചെയ്യുമെന്നും അധികൃതർ അറിയിക്കുന്നു. നിയമലംഘനം നടത്തിയ 22 വിദ്യാർത്ഥികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബുവാണ് ചേരുന്നത്. രേഷ്മ, വിവരങ്ങൾ എന്താണ്? കാലടി സർവകലാശാലയിൽ ഭരണത്തിന്റെ ആനുകൂല്യം പറ്റി SFI ചില നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള ആക്ഷേപവും പരാതിയും നേരത്തെ തന്നെ വലിയ രീതിയിൽ ഉയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സർവകലാശാല അധികൃതർ സമയപരിഷ്കരണം അത് പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചത്. ജൂലൈ 1 മുതൽ സമയപരിഷ്കരണം അത് നിലവിൽ വന്നിട്ടുണ്ട്. സമയപരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ലഹരിമുക്ത ക്യാമ്പസ് ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ സർവകലാശാലയിൽ അച്ചടക്ക അത് ഉറപ്പുവരുത്തുക, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് സർവകലാശാല അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും 9:30-ക്ക് ശേഷം സർവകലാശാലയുടെ ഹോസ്റ്റൽ ഉപയോഗിക്കാൻ പാടില്ല. സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് മറ്റ് പുറത്തു നിന്നുള്ള വാഹനങ്ങളുടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ 5 മണിക്ക് ശേഷം, വൈകുന്നേരം 5 മണിക്ക് ശേഷം ഈ ക്ലാസ് റൂമുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതായിരുന്നു കർശനമായിട്ട് സർവകലാശാല ഇറക്കിയ ഉത്തരവും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആവിഷ്കരിക്കുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് പ്രത്യക്ഷമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് വിദ്യാർത്ഥി സംഘടന പോയത്. യാതൊരു തരത്തിലും സർവകലാശാലയുടെ ഈ ഒരു സമയപരിഷ്കരണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്ക് തങ്ങൾ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കില്ല എന്നുള്ള കർശനമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് SFI കടന്നതും സമരം ആരംഭിച്ചതും. സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് സർവകലാശാലയുടെ നിലപാട്. 22 വിദ്യാർത്ഥികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അച്ചടക്ക നടപടിക്ക് മുന്നേ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാരണം, ഇതടക്കമുള്ള കാര്യങ്ങളാണ് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിന് മറുപടി വ്യക്തമായും വിദ്യാർത്ഥികൾ നൽകേണ്ടതുണ്ട്. എന്തായാലും ലഹരിമുക്തമായിട്ടുള്ള ക്യാമ്പസ് ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സമയപരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സമരത്തിന് വഴങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങി തീരുമാനം യാതൊരു ഘട്ടത്തിലും മാറ്റില്ല എന്നും സർവകലാശാല ശക്തിയുക്തം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ സമരം കടുപ്പിക്കാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. പക്ഷേ SFIയുടെ സമരത്തിന് മുന്നിൽ വഴങ്ങില്ല എന്ന് തന്നെയാണ് സർവകലാശാല പറഞ്ഞിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി രേഷ്മ.